ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അംഗം നടക്കുന്ന നിലമ്പൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ സ്ഥാനാർത്ഥികളുടെ പെരുന്നാൾ വിശേഷങ്ങൾ കാണണ്ടേ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമ്മൾ പോകുന്നത് UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്കാണ്. ബലിപ്പെരുന്നാൾ ദിനത്തിലും പ്രചരണത്തിന് തിരക്കിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. എന്നാൽ കുടുംബത്തോടൊപ്പം ഒരല്പം സമയം ചെലവഴിക്കാൻ സ്ഥാനാർത്ഥി സമയം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് വിശേഷം കണ്ടിട്ട് വരാം. പെരുന്നാൾ ദിനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ആര്യാടൻ ഷൗക്കത്താണ്, നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട ബാപ്പുട്ടിക്ക. പെരുന്നാളിൻ്റെ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിനിടയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണണമല്ലേ? അല്ല, എന്തായാലും ഇവിടെ അല്ലെങ്കിലും ഏത് തിരക്കാണെങ്കിലും പെരുന്നാൾ ദിവസം എൻ്റെ പിതാവും വീട്ടിലേക്ക് ഓടിയെത്തും. ഞാനും എൻ്റെ ചെറുപ്പം മുതലേ കാണുന്നത് അതാ. അപ്പോൾ അവിടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് പെരുന്നാൾ. ദൂരെ പോയവരും പഠിക്കാൻ പോയവരും ജോലിക്ക് പോയവരും കെട്ടിച്ചയച്ചവരും ഒക്കെ വരുന്നത്, എല്ലാവരും ഈ തറവാട്ടിലേക്കാണ് വരിക പെരുന്നാൾ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ആഘോഷം പെരുന്നാൾ ദിവസം കാലങ്ങളായിട്ട് ഉണ്ട്. ഇതിൽ ഈ പെരുന്നാൾ ദിവസം വീട്ടുകാർക്കാണ് അധികം ജോലി ഉണ്ടാവുക. എങ്ങനെയാണ് കുഞ്ഞാക്കളുടെ സമയത്തുള്ള പെരുന്നാളിൻ്റെ ഓർമ്മകളൊക്കെ? എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കും, എല്ലാവരും ഭക്ഷണം കഴിക്കാനുണ്ടാവും, കുറേ ആൾക്കാരൊക്കെ. പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് എല്ലാം പുറത്ത് പോയാലൊക്കെ കുടുംബങ്ങളൊക്കെ വരും. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കിനും ഉമ്മ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവാറില്ല. എത്ര ഉണ്ടാക്കണം എന്നൊക്കെ ഉമ്മ തന്നെ പറയുന്നത് കൊണ്ട് തിരക്ക് കുഴപ്പമൊന്നുമില്ല. രാത്രി കിടക്കാൻ നേരത്ത് അപ്പോൾ പോയിട്ട് ജസ്റ്റ് കാണലൊക്കെ ഉണ്ട്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്തായാലും രാവിലെ എല്ലാവരും ഇങ്ങോട്ട് വരും എന്നുള്ളതുകൊണ്ട് പപ്പ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നു ഇന്ന് രാവിലെയൊക്കെ. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കാണ് എന്താ തോന്നുന്നത്? തെരഞ്ഞെടുപ്പിൻ്റെ തിരക്ക് സന്തോഷം തന്നെ. പെരുന്നാൾ കൂടി ആകുമ്പം കൂടുതൽ സന്തോഷം. നമ്മളെ ഫാമിലിയും എല്ലാവരും കൂടി ഒരുമിക്കുന്ന ദിവസം തന്നെ. മക്കളും കുടുംബമൊക്കെ പ്രചാരണത്തിൽ സജീവമാവുന്നത് കാണാറുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരണം. എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്ന് നിങ്ങൾ? ചെറുതായിട്ട് ഷെയർ ചെയ്യണൊക്കെ ഉണ്ട്. എങ്ങനെയാണ് പ്രതീക്ഷകൾ എത്രമാത്രം ഉണ്ട്? പ്രതീക്ഷ നല്ലോണം ഉണ്ട്. പിന്നെ നെൽമൂർക്കാർക്ക് എല്ലാവർക്കും പപ്പനെ അറിയാം, പിന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അത് വെച്ചിട്ട് തന്നെയായിരിക്കും അവർ ഇലക്ഷനെ നേരിടുമെന്ന് തോന്നുന്നു. ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. തിരക്ക് നമുക്ക് ശീലമായതാണ്. പിന്നെ പെരുന്നാളാകുമ്പോൾ എല്ലാ തിരക്കും എല്ലാം കൂടെ നല്ലൊരു തന്നെയാണ്. ഇപ്പോൾ ഈ ശരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉപ്പാനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? കാരണം എന്നോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഒരു അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തിപരമായി പരാമർശിക്കുകയും ചെയ്യാം. എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രതികരണങ്ങളുണ്ടായാലും നമ്മളൊരിക്കലും അതിന് നിൽക്കരുത്. നമ്മൾ എന്തിനു വേണ്ടിയാണോ, എന്ത് രാഷ്ട്രീയ നിലപാടാണോ മുന്നോട്ട് വെക്കുന്നത് അതും സംസാരിക്കുക. പക്ഷേ അൻവറിൻ്റെ ഒരു വ്യക്തിപരമായ വിമർശനം വേദനിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും? പണ്ട് മുതലേ അറിയുന്ന ഒരാളല്ല. അതിപ്പം നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് എനിക്കത് പലതും കേൾക്കുമ്പോൾ ചിരിയാണ് വരിക. ആണെങ്കിലും ആര്യാടൻ ഷൗക്കത്തും കുടുംബവും കാത്തിരിക്കുകയാണ് 23-ാം തീയതി ലഭിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ആ വലിയ വിജയത്തിൻ്റെ വലിയ സന്തോഷത്തിലേക്ക്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, News 18.